ഈ വിമാനം ലണ്ടനിലേക്ക് പറക്കുന്നതിന് തൊട്ടുമുമ്പ് ഡൽഹി എയർപോർട്ടിൽ നിന്നും ഒരു കുഴപ്പവും കൂടാതെ ടേക്ക് ഓഫ് ചെയ്തു. അഹമ്മദാബാദ് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തു. അവിടെ കുറച്ചുപേർ ഇറങ്ങുന്നു, പുതിയ കുറച്ചുപേർ വിമാനത്തിൽ കയറുന്നു. 2 മണിക്കൂറിന് ശേഷം വീണ്ടും വിമാനം ഒരു ദീർഘദൂര യാത്രക്കായിട്ട് തയ്യാറെടുക്കുന്നു. ലണ്ടനിലേക്ക് പുറപ്പെടുന്നു. ഏകദേശം 10 മണിക്കൂറിൽ താഴെ ദൈർഘ്യം വരുന്ന യാത്രയാണ്. ഇതിനിടെ ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദ് ഇറങ്ങുന്നൊരു യാത്രക്കാരൻ അൺയൂഷ്വലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഈ വിമാനത്തിൽ കാണുകയുണ്ടായി. പല കാര്യങ്ങളും വിമാനത്തിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ക്യാബിൻ ക്രൂവിനെ വിളിക്കാനുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് അതുപോലെ ടച്ച് സ്ക്രീൻ ഹാങ് ആയിട്ടിരിക്കുന്നു. ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നു, ഇടയ്ക്ക് സ്റ്റോപ്പാകുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ സാധിച്ചില്ല. അദ്ദേഹം അത് ആ സമയത്ത് തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു ലേഡി പാസഞ്ചർക്ക് ട്രാഫിക് ബ്ലോക്ക് മൂലം ലണ്ടനിലേക്ക് പറക്കാൻ പറ്റാതെ വിമാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇനി ഈ വിമാനത്തിന് ശരിക്കും എന്താണ് സംഭവിച്ചത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിമാനം അതിവേഗം റൺവേയിലൂടെ ഓടി പറന്നു പൊന്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഊർജ്ജം വേണ്ട ഒരു സമയമാണ്. പറന്നു പൊന്തുന്ന ആ സമയത്ത് ആദ്യ 20 സെക്കൻഡിനുള്ളിൽ പൈലറ്റ് ലാൻഡിംഗ് ഗിയർ അകത്തേക്ക് വലിക്കുന്നു. അത് വിമാനത്തിൻ്റെ എയറോഡൈനാമിക് സ്വഭാവം കൂട്ടും. അതിനുശേഷം വിമാനത്തിൻ്റെ നോസ് ആംഗിൾ സെറ്റ് ചെയ്യുന്നു, ഫ്ലാപ്പ് പൊസിഷൻ എല്ലാം സെറ്റ് ചെയ്യുന്നു. ഈ സമയത്തുള്ള വിമാനത്തിൻ്റെ വേഗത, ത്രസ്റ്റ്, ലിഫ്റ്റ് എന്നിവയ്ക്കനുസരിച്ചിട്ടാണ് വിമാനം പറന്നു പൊന്തുന്നത്. ഇവിടെ ആദ്യ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടും വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ അകത്തേക്ക് വലിച്ചിരുന്നില്ല. വിമാനത്തിന് പവർ ലോസ് വന്നതായിട്ട് കാണപ്പെടുന്നു. അത് എൻജിൻ തകരാറ് മൂലമാകാം, അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഇന്ധനം കാരണമാകാം. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അഹമ്മദാബാദ് വന്നിട്ട് ഇന്ധനം വേറെ നിറച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. പ്രോപ്പറായിട്ടുള്ള ത്രസ്റ്റും ലിഫ്റ്റും കിട്ടാത്തത് കാരണം ആദ്യം വിമാനം പറന്നുയർന്നു 600 അടിയിൽ നിന്ന് താഴേക്ക് DJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. വിമാനത്തിനുള്ളിൽ 242 യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ 169 ഇന്ത്യക്കാരും 53 ബ്രിട്ടീഷ് വംശജരും, ഒരു കനേഡിയനും 7 പോർച്ചുഗീസുകാരും 10 ക്യാബിൻ ക്രൂ മെമ്പേഴ്സും 2 പൈലറ്റ്സും അടങ്ങിയതായിരുന്നു വിമാനത്തിലെ യാത്രക്കാരുടെ ലിസ്റ്റ്. രാജ്യം മുഴുവനും നടുങ്ങി വിറച്ച ഈ ദുരന്തത്തിൽ ഒരാളൊഴികെ ആരെയും രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഇത്ര മാസീവായിട്ടുള്ള ഇന്ധനം നിറച്ച ഈ വിമാനം നിലത്തേക്ക് പതിച്ച ആ നിമിഷം പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ഇത് തന്നെയല്ല, ഈ വിമാനം വന്ന് പതിച്ചത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലായതുകൊണ്ട് അവിടെ ഉച്ചസമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളും ഡോക്ടേഴ്സും അടങ്ങുന്ന ഒരുപാട് പേര് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തു. റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രകാരം ഏകദേശം മരണസംഖ്യ 300ലേക്ക് ഉയർന്നിരിക്കുന്നു. എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ ബോയിങ് കമ്പനി ഉണ്ടാക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളിലൊന്നാണ്. അവിടെ നിന്നത് എയർ ഇന്ത്യ വാങ്ങുകയും, എയർ ഇന്ത്യ ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലാണ്. ടാറ്റ ഗ്രൂപ്പിനെതിരെ രാജ്യത്തുടനീളം പ്രക്ഷോഭങ്ങൾ നടക്കുന്ന ഒരു സമയവുമാണിത്. ഈ അവസരത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയരുന്നു. എന്തുകൊണ്ടാണ് ലാൻഡിംഗ് ഗിയർ ജാമായത്? എന്തുകൊണ്ടത് ലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല? ഇത്ര പവർഫുള്ളായിട്ടുള്ള വിമാനത്തിൻ്റെ എഞ്ചിന് എന്തുകൊണ്ടാണ് മതിയായ ത്രസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കാതിരുന്നത്? ബോയിങ് 787 വളരെ പവർഫുള്ളായിട്ടുള്ള എഞ്ചിനുള്ള വിമാനമാണ്. ഒരു എഞ്ചിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ തന്നെ എമർജൻസി ലാൻഡിങ്ങും എമർജൻസി ആയിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ വരെ ശേഷിയുള്ള എഞ്ചിനാണത്. 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകുന്നതെങ്ങനെ? അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്ലൈറ്റ് സെറ്റിങ്സ് എല്ലാം ഓട്ടോ പൈലറ്റ് ചെയ്യാൻ ശേഷിയുള്ള വിമാനത്തിന് ടേക്ക് ഓഫിൻ്റെ സമയത്തെ ഫ്ലാപ്പ് സെറ്റിങ്സിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വാർണിംഗ് പ്രൊവൈഡ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട്? ഇതിനെല്ലാം ഉത്തരം വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് അനലൈസ് ചെയ്യുമ്പോഴും, അതുപോലെ ബോയിങ്ങിൽ നിന്നുള്ള അതിവിദഗ്ധരായിട്ടുള്ള ടീം വന്ന് കോക്പിറ്റിലെ സിഗ്നൽസ് അനലൈസ് ചെയ്തും മനസ്സിലാക്കാവുന്നതാണ്. അതിനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ പക്ഷികൾ വന്നിടിക്കാനുള്ള ചാൻസോ വളരെ മിനിമം ആയതുകൊണ്ട് ഇതിന് ദുരൂഹതയേറുന്നു.